ഹേ ഗായ്സ്, വെൽക്കം ടു ആദർ വ്ളോഗ്സ് ഗേസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഫാമിലി എല്ലാവരും കൂടി ഞങ്ങൾ അമ്പലത്തേക്ക് പോകണം. ഗുരുവായൂരും കാണാൻ പിള്ളേരെല്ലാവരും ഉണ്ട്. എന്താണ് 4 മണിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ സമയം 5 മണി. ആരും റെഡി ആയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ പിള്ളേർ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ വണ്ടിയിലെത്തിയിട്ട് കാണാം ഗേസ്. ആരും സ്കിപ്പ് ചെയ്യണ്ട, ഫുള്ളായിട്ട് കാണാൻ നോക്കാം. അപ്പോൾ സെറ്റൊക്കെ ഫാമിലി വ്ളോഗ് പറഞ്ഞില്ലേ ഗേസ്. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും അനിയനും ചേച്ചി ഏട്ടനൊന്നുമില്ല. ഗേസ് അങ്ങനെ കാണാൻ വഴിക്കാണ് വന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് അവിടെ നിന്ന് അതിന് ഉപ്മാവും, പണ്ട് നമ്മൾ അംഗനവാടി പഠിക്കുമ്പോൾ ഉപ്മാവ് ഇട്ടില്ലേ, ആ ഉപ്മാവും കട്ടൻ ചായയായിരുന്നു. അപ്പോൾ രാവിലെ അതായിരുന്നു കഴിച്ചത്. അവിടെ തന്നെയായിരുന്നു കഴിച്ചത്. കുഴപ്പമൊന്നുമില്ല, ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് ഗേസിനെ കാണിച്ചു കേട്ടോ. ഗേസ് ഞാൻ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ലോട്ടറി എടുത്തിട്ടുണ്ട്. അടിച്ചു വെച്ചാൽ ഇതിൻ്റെ വ്ളോഗ് എന്തായാലും വരുന്നതാണ് ഗേസ്. അപ്പോൾ ഗേസ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് കാടാമ്പുഴയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് വണ്ടിയിൽ നിന്ന് വയ്യ ഗേസ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗേസ്. ഗുരുവായൂർ പോകുന്നുണ്ട്, പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുള്ള പറയണു ഗേസ്. കാരണം ഫോൺ അവിടെ അലൗഡ് അല്ല. അവിടെ കാടാമ്പുഴയ്ക്ക് വരുമ്പോൾ ഇതേ തന്നെയായിരുന്നു അവസ്ഥ. ഫോൺ കൊണ്ടുപോയിരുന്നു, പക്ഷേ സൈലൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഷോക്കുമാണ് ഗേസ്. അങ്ങനെ ലൈം കുടിക്കുകയാണ്. ഇല്ല, എന്തൊരു പുളിപ്പാണ് ഇത്. ഒരു ഉപ്പ് എന്തൊക്കെയോ രസം, ടേസ്റ്റ് ഇല്ല ഗൈസ്. ഇതാണ് ഗൈസ് ലൈം. അത് നാരങ്ങ സോഡയാണ്. അതെന്തോ പോലെ ഉണ്ട്. ഇത് ലൈം നന്നായിട്ട് കുടിക്കണ ബിസിയാണ് ഗൈസ്. തക്കടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലൈമും നാരങ്ങ സോഡയും പപ്സും എന്തൊക്കെയൊക്കെ കഴിച്ചില്ലേ. ഇനി വണ്ടിയിൽ ഞങ്ങളിനി കുറേ നേരം, ഒരു 3 മണിക്കൂറുണ്ടാവും. യെസ്, ഷോകമാണ്. വീഡിയോ എടുക്കാൻ പറ്റിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അവിടെ എത്തിയിട്ട് ഫോണിനുള്ളിൽ കടത്തിയ സമാധാനം സമ്മതിക്കില്ലെന്നാണ് ഗൈസ്. അങ്ങനെ ഇക്കൂടെ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അവനിങ്ങനെ പറയുമ്പോൾ ഊതില്ല ഗേസ്. അതാ ഗേസ്. അങ്ങനെ ഗുരുവായൂരിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഫോൺ എടുക്കാൻ പറ്റുള്ള, ഫോണ് വണ്ടി വെച്ചിട്ട് പോകണം. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗേസ്. അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാണാം ഗേസ്. ഇതവിടെ ഒരു ആനയുണ്ട്. ലോക്ക് വെറും 1.5 ലോക്കാണ് ഗേസ്. 1 മണിക്ക് ഗുരുവായൂർ വന്നതാണ്. ഇപ്പോൾ 9 മണി. ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ലൈനിൽ പെട്ട അവസ്ഥയായിരുന്നു. അങ്ങോട്ട് തിരിയാൻ പറ്റാണ്ട് കുറേ നേരം തിരക്കിപ്പെട്ട് ലാസ്റ്റ് ഗുരുവായൂരപ്പനെ കണ്ടു. ഒരു ഡയലോഗില്ലേ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടു
ഡയലോഗിന്റെ ഫീലായിരുന്നു. പിന്നെ അതിന്റെ എല്ലാം ഗൈസ് അങ്ങനെ ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടു ഗൈസ്. ഫോൺ അവിടെ അലോഡ് അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഗൈസ്. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കാണിച്ചു തരാം. എൻ്റെ ചാച്ചനാണ് ഗൈസ് ഫ്രണ്ടിൽ പോകുന്നത്. കഴിച്ചു ഗൈസ്. ദോശയാണ് കഴിച്ചു ഗൈസ്. അങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി വേറെ വീഡിയോയിൽ കാണാം ഗൈസ്.